എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ചിക്കൻ കറിയുടെ കൂടെയും ബീഫിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 കപ്പ് അരി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ വെള്ളമൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് അവിൽ അല്ലെങ്കിൽ ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അവിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 1/4 ഗ്ലാസ് തേങ്ങ പൊട്ടിച്ച വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആ സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തിട്ട് ആ ജാറിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് തേങ്ങ, പിന്നെ ഒരു 3-4 ചെറിയുള്ളി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. നമ്മൾ തോരനൊക്കെ ചതയ്ക്കൂലേ, അതുപോലെ ചതച്ചെടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഈ മാവിലേക്ക് തേങ്ങയുടെ കൂട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കണം. നല്ലതുപോലെ ഈ തേങ്ങ എല്ലായിടത്തും എത്തുന്ന പോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ അപ്പത്തിനെ പോലെ അത്ര ലൂസായിട്ടായിരിക്കില്ല ഉണ്ടാവുക. എന്നിട്ട് ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വയ്ക്കാം. രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ ഒന്ന് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് അപ്പം ചുട്ടെടുക്കാം. അപ്പം ചുടാനായിട്ട് ഒരു പാൻ അടുപ്പത്ത്, ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കരമായിട്ട് നൈസാക്കി പരത്തി കൊടുക്കണ്ട, ജസ്റ്റ് ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇങ്ങനെ ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഒന്ന് അടച്ചു വെച്ച് നല്ലവണ്ണം ഒരു ഭാഗം വേവിച്ചെടുക്കാം. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ തിരിച്ചിട്ടിട്ട് മറുഭാഗവും വേവിച്ചെടുക്കണം. 2 ഭാഗവും ഇട്ട് വേവിക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരിക. നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ചുട്ടെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അത് നോൺ വെജിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും പോകും കേട്ടോ. മുട്ടക്കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും ബീഫാണെങ്കിലും എല്ലാം പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായോ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.